ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷാഹി കബീർ തിരക്കഥ എഴുതി. അതായത് ഷാഹി കബീർ എന്ന് പറയുമ്പോഴത്തേനും ജോസഫ്, അതുമാതിരി തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നായാട്ട് അതിൻ്റെയൊക്കെ റൈറ്ററാണ്. അതുമാതിരി തന്നെയാണ് ഇലവിഴ പൂഞ്ചിറയുടെ ഡയറക്ടർ. അപ്പം പുള്ളിക്കാരൻ തിരക്കഥ എഴുതി. റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത അപ്രോക്സിമേറ്റ്ലി 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് ജൂൺ 13 റിലീസ് ചെയ്ത OTT-യിൽ ഇന്നലെ, അതായത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ OTT-യിൽ റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേരാണ് റോന്ത്. നീക്ക് പോലീസേ ആയിട്ടുള്ളൂ, പോലീസിങ് എന്താണെന്ന് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. റോന്ത് എന്നൊരു പേര് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നൈറ്റ് പെട്രോളാണ് ബേസിക്കലി അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ ഒരു സിനിമ ഒരു ദിവസത്തെ കഥയാണ്, ടു ബി പ്രിസൈസ്. ഒരു ദിവസം പ്ലസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം എന്ന് മാത്രം. അപ്പോൾ ഈ രണ്ടുപേര് നൈറ്റ് പെട്രോളിന് ഇറങ്ങുന്നത്, അതായത് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവിൻ്റെ ഒരു ക്യാരക്ടർ, രണ്ടുപേരും നൈറ്റ് പെട്രോൾ ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരിൽ തമ്മിലുള്ള ഹൈറാർക്കി ചെറിയൊരു സാധനമാണ്. ഒരാൾ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരാൾ SI ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദിലീഷ് പോത്തൻ SIയും റോഷൻ മാത്യു ഡ്രൈവറായിട്ടാണ് കയറിയിരിക്കുന്നത് ഫോഴ്സിൽ. അപ്പം റോഷൻ മാത്യു ഒരു ജൂനിയറാണ്, ഇപ്പോൾ ഈ ഇടയ്ക്ക് കയറിയ ഒരു പയ്യനാണ്. ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ വർഷങ്ങളായിട്ട് സർവീസിലുള്ള ഒരാൾ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പെരുമാറ്റം, അവരുടെ കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം, അവർ തമ്മിലുള്ള ചെറിയ ഈഗോ റിലേറ്റഡ് സാധനങ്ങൾ, അവരുടേതായിട്ടുള്ള ചില ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും മെൻ്റലി ഉള്ള കുറച്ച് തോട്ട്സ്, കുറേ വ്യൂ പോയിന്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു നൈറ്റ് പെട്രോളിൽ പോകുമ്പോഴത്തേനും അവരിൽ ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സിനിമ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സീൻ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കഥ പോകുന്നത്. അത് ഒരു ദിവസം മുൻപ് നടന്ന ഈ ഒരു കഥയിലേക്ക് പോകുന്നത്. അപ്പം സ്റ്റാർട്ടിങ് ഒരു പ്രോപ്പർ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. മിക്ക സിനിമകളിലും നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ലൈമാക്സിൽ വരേണ്ട ഒരു ഇവൻ്റ് എടുത്ത് സ്റ്റാർട്ടിങ്ങിലിടും, എന്നിട്ട് ക്ലൈമാക്സ് ഇതാണെന്നും പറഞ്ഞ് കാണിക്കും. നമുക്ക് അതുകൊണ്ട് വലിയൊരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ക്ലൈമാക്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ പിന്നെ നിങ്ങളിത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഒരേപോലെ എന്നൊരു ഫീലാണ് വരിക. പക്ഷെ അത് ഒരുപാട് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ഒരു സ്റ്റാർട്ടിങ് ഒരു ഹുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലോട്ട് എങ്ങനെ എത്തും എന്നൊരു പ്രേക്ഷകനെ പിടിച്ചിരുത്താനായിട്ട് പറ്റും. അത് സക്സസ്ഫുള്ളി നടന്ന ഒരു സിനിമയാണ് ഇത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു ഫസ്റ്റ് സീൻ കാണിക്കാതെ ഈ സിനിമ കാണിച്ചു പോയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി പ്രിറ്റി ഫ്ലാറ്റ്. നമുക്ക് ഭയങ്കര എൻഗേജിങ് ഒരു പരിപാടിയായിട്ട് തോന്നില്ല. നമ്മളിത് എന്തൊക്കെയോ കാണുന്നു എന്നതിൻ്റെ അപ്പുറം. അതായത് ഇതൊട്ടും സിനിമാറ്റിക് കൈൻഡ് ഓഫ് ഒരു മൂവിയല്ല, ഭയങ്കര റിയലിസ്റ്റിക്കിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലാഷി കുറേ സീൻസും കുറേ കട്ട്സ്, കുറേ എഡിറ്റിംഗ് പരിപാടി അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ലാലേട്ടൻ്റെ ഇതുണ്ടല്ലോ, ഫൈറ്റിംഗ് കൈൻഡ് ഓഫ് ആ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞത്, ഒരുപാട് ലോങ് ഷോട്ട്സ് ഒക്കെ വെച്ചിട്ട്, അപ്പോൾ അതുമാതിരിയുള്ള ഒരു സിനിമയല്ല നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ കിട്ടി മലൈക്കോട്ടെ വാലിബൻ. അതായത് മലൈക്കോട്ടെ വാലിബനിലുള്ള പോലെ ഒരുപാട് ലോങ് ഷോട്ട്സ് ഒക്കെ വെച്ച് ആ ഒരു രീതിയിൽ എടുത്തേക്കുന്നില്ല. പ്രിറ്റി റിയലിസ്റ്റിക് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അവർ എടുത്ത് വെച്ചേക്കുന്നത്. ഒരുപാട് അങ്ങനെയുള്ള ഒരു മനഃപൂർവ്വം ഒരു റോ ഒരു ഫീൽ, അല്ലെങ്കിൽ കുറച്ച് ലാഗ് പോലത്തെ ഒരു ഫീൽ തരാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എന്താണോ അവർ ഡെലിവർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളത് കണ്ട് എൻജോയ് ചെയ്യും. പക്ഷെ ഒരുപാട് സിനിമാറ്റിക് പൊടിപടലം കാര്യങ്ങൾ, കുറേ മാസ് ഡയലോഗ് സീനൊന്നുമില്ല. റിയൽ ആയിട്ട് മേ ബി 2 പോലീസുകാർ അവരൊരു റൗണ്ട്സിന് പോകുന്നുണ്ടെങ്കിൽ, ലൈക്ക് പെട്രോളിന് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ദിവസത്തെ അവരുടെ ജീവിതം, അവർ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും, അവർ നേരിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇമോഷണലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരിക്കലും ഒരു ഫീൽ ഗുഡ് എന്നുള്ളൊരു പരിപാടിയിലേക്കൊന്നും നിൽക്കില്ല. കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ജോൺറയല്ല. പ്യോർലി പറയുന്നുണ്ടെങ്കിൽ കണ്ടു കഴിയുമ്പം നിരാശ തോന്നാനും വിഷമം തോന്നാനും സാധ്യതയുള്ള നായാട്ടൊക്കെ പോലെയുള്ള, പ്യോർലി പറയുന്നുണ്ടെങ്കിൽ നായാട്ട് മാതിരിയുള്ള ഒരു സിനിമയാണിത്. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആരെങ്കിലും പോലീസിൽ കയറാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ട്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ കാണാൻ പറയുക. പോലീസ് എന്താണ് അറ്റ് ഇറ്റ്സ് റോ ഫോം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് റോന്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നായാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി സിനിമാറ്റിക് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം. കുറച്ചും കൂടിയൊക്കെ ഒരു പൊട്ടിക്കും കൂടിയൊക്കെ സിനിമാറ്റിക് എലമെൻറ്റ്സും കുറച്ചധികം അതിൽ കുറച്ച് ഓവർ ദ ടോപ്പ് എന്ന് വലുതായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അത്ര റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന കമ്പാരിറ്റീവ്ലി ഈ ഒരു സിനിമ അത്രയ്ക്ക് റിയലിസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആകില്ല എന്ന് തോന്നുന്നു പറയുന്നത്. പക്ഷെ അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. എന്താണ് ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ അവൻ നേരിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ ഒരു ലൈഫിൽ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു സാധനം നമുക്ക് ഈ ഒരു റോന്ത് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വിഷമം തോന്നും, അതുപോലെ തന്നെ പോലീസുകാരോട് ഒരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റും തോന്നും. കുറച്ചുപേരായാലും മോശം ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എന്നാലും ഭൂരിഭാഗം നോക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ അവർ നമ്മൾക്ക് വേണ്ടി,
നാട്ടുകാർക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ക്ലീൻ ആയിട്ട് നമുക്കൊരു സിനിമയിൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ ടൈനി എലമെന്റ്സ് തൊട്ടിട്ട്, അതായത് ഏറ്റവും ചെറിയ ഔട്ടർ ലെയർ തൊട്ട് ദ കോർ എലമെന്റ് വരെ. അതാണ് പറയുന്നത്, ഒരു മെയിൻ ഒരു പ്ലോട്ട് ഉണ്ടാവും, അതിന്റെ സബ് പ്ലോട്ട് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് കുറേ സാധനങ്ങളുണ്ടാവും. ആ എല്ലാ ലെയേഴ്സും പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പോലീസ് എന്താണ്, പോലീസുകാരൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളതൊരു പ്രോപ്പറായിട്ട് അവർക്ക് ഈ ഒരു സിനിമയെ കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ടുപേരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തനാണെങ്കിലും റോഷൻ മാത്യു ആണെങ്കിലും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ലക്ഷ്മി മേനോൻ, അതായത് നമ്മുടെ ആങ്കർ മിഥുൻ്റെ വൈഫ്. ഈ പുള്ളിക്കാരി ഒരു റോൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ സംഭവം ഇങ്ങനെ അഭിനയിച്ച് മരിക്കാനുള്ളതൊന്നുമില്ല, പക്ഷെ അതുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സട്ടിൽ പരിപാടി പിടിച്ച് കാണിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ബസ്സിലേക്ക് ഇത് മിക്കവാറും കുളമാവുമല്ലോ എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ്. പക്ഷെ പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനെ കാട്ടി നന്നായിട്ടായി ചെയ്തു. നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ റിലേറ്റ് ചെയ്യാനും പറ്റി. ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പുള്ളിക്കാരിയുടെ ചെറിയ സട്ടിൽ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. ലൈക്ക് ഭയങ്കരമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ അത് ഒരുപാട് ഓവറാവാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നത് അത്ര റിയൽ ആയിട്ട് തന്നെ പുള്ളിക്കാരി ആ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ട കാര്യമാണ്. ഗംഭീരമായിട്ട് ഷാഹി കബീർ ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് ഫോർ ഷുവർ അടിപൊളിയാണ്. സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സിനിമയിൽ ചെറിയൊരു ലാഗ് പരിപാടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്ര കുറച്ചധികം ഒരു ലാഗും സ്റ്റാർട്ടിങ്ങിൽ ചില ക്യാരക്ടേഴ്സ്, ചെറിയ ക്യാരക്ടേഴ്സ് എങ്കിൽ രണ്ടുപേരല്ല, വേറെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് ഒന്നും അത്രയ്ക്ക് രസമായിട്ട് തോന്നില്ല. പിന്നെ ഗ്രാജുവലി അത് മാറി കുറച്ചും കൂടി ഇവോൾവ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് തോന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഈ സിനിമ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ളൊരു സിനിമയാണ്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയൊരു സിനിമയായിട്ട് തോന്നും. ലാഗ് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരുപാട് മൾട്ടിപ്പിൾ ഇവൻറ്റ്സ്, ആ ഒരു രാത്രി തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം എടുത്ത് ആ ഒരു സിനിമ കണ്ട ഒരു ഫീലാണ് കിട്ടുക. ആ ഒരു രീതിയിലാണ്, കുറച്ചൊരു സ്ലോ പേസിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയൊക്കെ തന്നെ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു പതുക്കെ ലെറ്റ് ഇറ്റ് സിങ്ക് എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് അവരെടുത്ത് വെച്ചേക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ തന്നെ. മഹേഷ് മാധവനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഭംഗിയുള്ള നല്ല രസമുള്ള കുറച്ച് ഫ്രെയിംസും, അത് എന്താണ് ആ ഒരു ക്യാരക്ടർ ഇമോട്ട് ചെയ്യുന്നത് അത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ എഫേർട്ട് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അത്രയും ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്ന അനിൽ ജോസഫാണ്. ഗംഭീരമായിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനും സൂപ്പറാണ്. അതായത് നമുക്കത് ഫീൽ ചെയ്യും. ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് തന്നെ അവർ കൊടുത്തേക്കുന്ന ആ ഒരു സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും ശരി, അതൊക്കെ നമ്മൾ കുറച്ചും കൂടി സിങ്കിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പോൾ ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഈ ഒരു സിനിമ അത്ര ഇഷ്ടപ്പെടണം എന്നില്ല. കാര്യം കുറച്ചൊരു ഒരു വിഷമിപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലൈമാക്സ് ആണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്, നായാട്ടിൻ്റെയൊക്കെ പോലെ ഞാൻ പറഞ്ഞ മാതിരി. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും കണ്ടിരിക്കാം. എന്താണ് ഒരു പോലീസുകാരൻ, അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു പ്രിറ്റി സോളിഡ് ഒരു സാധനം ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാകും എന്നുള്ളതാണ്. ഇതിൻ്റെ ആർട്ട് ടീമിനെയും മേക്കപ്പ് ടീമിനെയും നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാടൊന്നും അവർ നമുക്ക് കാണുമ്പോൾ ഇത് അവർ ആർട്ടാണ് ചെയ്തേക്കുന്നത്, ഇത് മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. സട്ടിലായിട്ടുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ സിനിമയിൽ മൊത്തം. ഒരുപാട് കൈൻഡ് ഓഫ് ഒരു സിനിമാറ്റിക് രീതിയൊന്നും അല്ല, പക്ഷേ അത് ആർട്ട് വർക്ക് എന്താണോ വേണ്ടത്, ആ ഒരു സ്റ്റേഷൻ ആണെങ്കിലും ബാക്കിയുള്ള കുറച്ച് മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോ ആൾക്കാരുടെ മുഖത്തുള്ള ചില പാടാണെങ്കിലും ശരി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ മേക്കപ്പും ആർട്ട് വർക്കും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കാരണമാണ്, അതായത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു സിനിമ നമുക്കത് കിട്ടിയത്, അവർക്ക് ഇത്രയും നല്ലൊരു സിനിമ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഭരത്ചന്ദ്രൻ IPSലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാതിരിയുള്ള ഒരു പോലീസല്ല, പ്രിട്ടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് എത്ര പേര് അത് എൻജോയ് ചെയ്യും എന്നുള്ളത് അറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അത് റിയലിസ്റ്റിക് ഫോമിൽ തന്നെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗുഡ് മൂവി ഫോർ മീ. എന്തായാലും കണ്ടിട്ട് നിരാശ തോന്നും, ഇത്രയും 2 മണിക്കൂർ പോയി എന്ന് തോന്നാനായിട്ട് ഒരു ചാൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു സിനിമ എന്ന് പറയാൻ ഉറപ്പായിട്ടും പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് റോന്ത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സിനിമയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കോമൻറ്റ് ചെയ്യുക. അതാകുമ്പോഴത്തേനും അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ആർക്കെങ്കിലും ഈ സിനിമ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ സംഭവമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അണ്ടിൽ ദെൻ ബൈ.